എന്റെ മോളെ വിളിക്കാനാ. ഞാൻ എണിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോള് പറയും കള്ളത്തരം കാണിച്ച് വീണതാണെന്നുള്ളത്. അമ്മ എന്തിനാ അവളിപ്പോ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കുന്നത്? കൊച്ചിന്ന് അത്രയും ദൂരം അവൾ ഇവിടെ വന്നിട്ട് വേണോ അമ്മേന്റെ കാര്യങ്ങൾ നോക്കാൻ? ആരും ഇല്ലെങ്കിൽ കൊച്ചിന്ന് വരേണ്ടവരും. നിനക്കൊക്കെയല്ലേ കൊച്ചു വലിയ ദൂരം. എന്റെ മോളല്ലേ, അവൾ അമേരിക്കയിലാണെങ്കിൽ എന്റെ ശബ്ദം കേട്ട് അവളെ പറന്നെത്തും. ആ, അവർ രണ്ടും കൊണ്ട് പറന്നിറങ്ങുന്നത് ഞാൻ പലവട്ടം കണ്ടതാ. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് മുങ്ങുന്ന ടീമാണ് രണ്ടുപേരും. ഇനിയിപ്പോ അമ്മേന്റെ ഇയർ ബാലൻസും കൂടെ തെറ്റിന്നെങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും ഈ ആണ്ടിനും സംക്രാന്തിക്ക് ഇങ്ങോട്ട് വരുന്ന പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് നിന്ന് കിട്ടും. വെറുതെ അതും കൂടെ കളയാൻ നിൽക്കണം. നീ എന്താടാ നിന്റെ കെട്ടിയോണ്ട് മുന്നിൽ എന്റെ പെൺമക്കൾ തരം താഴ്ത്തത്? വെറുതെ അല്ലേ തലയിൽ കയറി നിരങ്ങുന്നതില്ലേ? തരം താഴ്ചയൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ ഇവളല്ല അമ്മേന്റെ കൂടെ നിന്ന് അമ്മേനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്നിട്ടാണോ? ഒരെണ്ണം തിരിഞ്ഞു നോക്കാറ് പോലില്ല. അതിന് അവൾ എന്നെ എപ്പോ നോക്കി? മനുഷ്യന്മാരെ കുറച്ചൊക്കെ നന്ദി കാണിക്കാൻ പഠിക്കമ്മേ. ഇപ്പൊ അമ്മയ്ക്ക് ഇയർ ബാലൻസ് സെറ്റിയാൽ തന്നെ കൊച്ചിന്ന് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരും അമ്മേനെ ട്രീറ്റ് ചെയ്യാൻ? ഇവള് തന്നെ വേണ്ടേ അമ്മേന്റെ കൂടെ വന്നിട്ട് ചെയ്തു തരാൻ ഓരോന്ന്? എപ്പം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാലും ഇവള് തന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുള്ളത്. ഓഫീസ് നിരക്കായിട്ട് നടക്കുന്ന എനിക്ക് പോലും സമയം കിട്ടാറില്ല. എല്ലാം അവള് ചെയ്തു തരണം, എന്നിട്ട് അവൾക്കില്ലാതെ കുറ്റമില്ല. അതിനവൾക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നൊന്നും അല്ലല്ലോ. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാലോ അവൾക്ക് എന്റെ അമ്മായിമ്മക്ക് സുഖമില്ലാണ്ട് ഞാൻ കൂട്ടിയിട്ട് പോയി എന്നുള്ളത്. അവൾ ആരാ മോനെ ആള്? എനിക്ക് ശരിക്കും അവളെ കുറിച്ച് അറിയാണ്ട. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മേന്റെ കൊച്ചിയുള്ള മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്. നീ ഇപ്പൊ എന്തായാലും റെഡി ആയതല്ലോ വീട്ടിൽ പോയാൽ, നീ പോയിക്കോ. ഞാൻ എന്തായാലും ഇപ്പൊ വീട്ടിലേക്ക് പോണില്ല. ഒന്നാമത് നമുക്ക് വയ്യല്ലോ. ഞാനും കൂടെ പോയ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളേ? എന്തിന്? നീ ഇവിടെ നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും ഒരു കാര്യമില്ല. അമ്മയ്ക്ക് നിന്നെ കുറിച്ച് ഇത് മാത്രമേ പറയാണ്ടാവുള്ളൂ. നീ സമയങ്ങളാണ് വീട്ടിൽ പോകാൻ നോക്ക്. ഓ, അപ്പൊ എനിക്ക് ഇപ്പോഴൊരു കാര്യം പിടുത്തം കിട്ടിയത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ ശത്രു എനിക്ക് നീയാടാ. അവൾ വന്ന് കേട്ട് 4 വർഷമല്ലേ ആയിട്ടുള്ളൂ. നിനക്ക് എത്ര വയസ്സായി? ഇത്രയും വർഷം നീയല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. സാധാരണ എല്ലാ കുടുംബത്തിലും പറയുന്നത് വന്നു കയറിയ പെണ്ണാണ് ശത്രു എന്ന്. അല്ല അല്ല, ഈ വീട്ടിൽ അങ്ങനെ. ഈ വീട്ടിൽ ഞാൻ പ്രസവിച്ച് വളർത്തിയ എന്റെ മോൻ തന്നെയാണ് എന്റെ ശത്രു. പെറ്റതാളിലേക്ക് വയ്യാണ്ടിരിക്കുമ്പോ എന്റെ ഭാര്യയിൽ നീ വിരുന്ന് വെക്കാം പറഞ്ഞ് അയച്ചുവിട്. നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എങ്ങനെ? ഭഗവാനെ, ഞാൻ എന്തൊക്കെ ആരോടാ പറയുന്നത്? എന്റെ പെൺമക്കൾ എവിടെ ഉണ്ടെങ്കിൽ അവരോട് എന്റെ സങ്കടം പറയാം. നാട്ടുകാരെ കൊണ്ട് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ. കുടുംബത്തിലെ കാര്യം പുറത്ത് വിട്ടുകൊടുത്ത് പറയാൻ പറ്റുമോ? എന്താ ചെയ്യാനാ ഭഗവാനെ? ഇങ്ങനെ ഒരുത്തനാണ് ഞാൻ പ്രസവിച്ച് വളർത്തിയത്. ദൈവമേ, എത്ര ആൾക്കാർക്ക് നല്ല നല്ല മക്കള് കിട്ടുന്നത്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗ, സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അമ്മേന്റെ വയ്യായിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ സ്മാർട്ടല്ലേ. നീയേ വെറുതെ ഇനി ഒന്ന് സമയം കളയാൻ നിൽക്കണ്ട, വീട്ടിലേക്ക് പോവാൻ നോക്ക്.